ഹലോ കൂട്ടുകാരെ, നന്ദൂസ് ചാനലിലേക്ക് സ്വാഗതം. ഇപ്പം ഇന്ന് ഞാൻ എന്താ പറയുക വെച്ചാൽ നന്ദുവിനെ കുറിച്ച് പറയാം. നന്ദൂസിന് ഒരു വയസ്സും എന്താ പറയുക 1.5 വയസ്സൊക്കെ ആയ സമയത്ത് അവൾക്ക് ഒന്ന് പൊള്ളിയിരുന്നു കേട്ടോ. പൊള്ളി ഭയങ്കരതായിപ്പോയി. മുഖത്തും കഴുത്തിന് താഴെ നെഞ്ചിലൊക്കെ പൊള്ളി. ഞങ്ങളാകെ ടെൻഷനായി. പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ, ഗവൺമെൻറ് ഹോസ്പിറ്റലൊന്നും എടുത്തില്ല. മുഖത്തൊക്കെ പൊള്ളിയിട്ടുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ ഇതുകൊണ്ട് മുഖത്തൊക്കെ എന്താ പറയുക കുറച്ച് മാറ്റം വന്ന്. പക്ഷെ കഴുത്തിലും നെഞ്ചിലൊക്കെ ഭയങ്കര ഇങ്ങനെ വീക്കം പോലെ വന്നുകൊണ്ടിരിക്കുക. എണ്ണച്ചട്ടി മറിഞ്ഞതായിരുന്നു. പപ്പടം കാച്ചുകൊണ്ടിരിക്കുമ്പോൾ എണ്ണച്ചട്ടിയും പപ്പടവും കൂടെ പപ്പടക്കാളും മെതിക്കുകയാണ്. എങ്ങനെയൊക്കെയോ ഒന്നും പറയാൻ വയ്യാത്തൊരവസ്ഥയിലായിപ്പോയി. എനിക്കാണെങ്കിൽ തല കറക്കവും എല്ലാം കൂടെ ആയിരുന്നു. പെട്ടെന്ന് അവളോട് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പിള്ളേരെ കൂടെ. പെട്ടെന്ന് ഓടി വന്നിട്ട് എന്തൊക്കെയോ സംഭവിച്ചു ഒത്തിരി സെക്കൻഡ് സമയത്തിനുള്ളിൽ. അങ്ങനെ ഇപ്പോൾ അവിടെ അങ്ങനെ ഭയങ്കര വീക്കാണ്. അപ്പോൾ അത് മാറാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. ഞങ്ങൾ നാടൻ മരുന്ന് നോക്കി, പക്ഷേ അത് അവിടെ ഒരു മാറ്റവും. അപ്പോൾ ലേസർ ചെയ്യണം, അങ്ങനെയൊക്കെയാണ് മറ്റേ ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ളത്. തൃപ്പൂണിത്തുറ ദേവി ഹോസ്പിറ്റലിലായിരുന്നു അഡ്മിറ്റായിരുന്നു. അപ്പോൾ ഏകദേശം ഞങ്ങൾ ആകെ ടൈറ്റായിപ്പോയി. കാരണം ഒരുപാട് പൈസ, 50 നമ്മൾ 10 ദിവസം കിടക്കാന്ന് പറയുമ്പോൾ തന്നെ അപ്പോഴേക്കും അവൾക്ക് കഫക്കെട്ടിൻ്റെ ആളാണ്. കഫക്കെട്ട് കൂടി ന്യൂമോണിയ ആയിപ്പോയി. എല്ലാം കൂടെ ഒരുമിച്ചായപ്പോൾ ആകെ പെട്ടുപോയെന്ന് പറയാം. അങ്ങനെയായിപ്പോയി. ഞങ്ങളാണെങ്കിൽ വാടകയ്ക്കും കൂടെ താമസിക്കുന്നത്. പിന്നാണെങ്കിൽ ഏട്ടന് ഒറ്റയ്ക്കാണ് ജോലിക്ക് പോകുന്നത്. പിന്നെ നമ്മളെ ഫാമിലിയിൽ നിന്നൊന്നും സഹായിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. അവർക്ക് സാഹചര്യം മോശം, പക്ഷെ നമുക്ക് വേണ്ടി നമ്മൾ തന്നെയല്ലേ ഉള്ളൂ. നമുക്ക് അങ്ങനെ അവസ്ഥയിലൂടെ പോകുന്നത് ഇപ്പോൾ. അത് കാരണം ആ മാസത്തെ വാടക പോലും ഞങ്ങൾ കൊടുത്തിട്ടില്ല. അങ്ങനെ നിൽക്കുന്നു ഇപ്പോൾ. അപ്പം ഞാൻ നന്ദൂസിൻ്റെ പഴയ ഫോട്ടോയും പൊള്ളിയ ഫോട്ടോയും കാണിച്ചില്ല കേട്ടോ. അപ്പം എല്ലാവരും നന്ദൂസിന് വേണ്ടി പ്രാർത്ഥിക്കണം. എല്ലാവരുടെ പ്രാർത്ഥനയും ഞങ്ങൾക്ക് വേണം. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പം ഞാൻ എന്താ പറയുക, ഞാൻ ഇങ്ങനത്തെ ഒരു ടെൻഷനായ ഒരു സമയം കൊണ്ട് ഒരുപാട് അനുഭവിച്ച്. കുഞ്ഞാണെങ്കിൽ ഒരുപാട് വേദന, ഈ ഒരു ചെറിയ പ്രായം കൊണ്ട് ഒരുപാട് അവൾ അനുഭവിച്ചു. വേദന ഒരുപാട് സഹിച്ചവൾ. അങ്ങനെ ഞങ്ങളാണെങ്കിൽ മാനസികപരമായും തകർന്നു. കാരണം ഒരു പെൺകുഞ്ഞും കൂടെ അല്ലേ. അപ്പം അതിൻ്റെ ഒരു ടെൻഷനിലാണ്. അപ്പം എല്ലാവരും പ്രാർത്ഥനയും സപ്പോർട്ടും ഞങ്ങൾക്ക് വേണം. നന്ദൂസിനുവേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. പിന്നെ നെഞ്ചിലൊക്കെ ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട് എപ്പോഴും ആ പൊള്ളിയതൊക്കെ. അപ്പം ആകെ ടെൻഷനാണ്. അതൊക്കെ ഒന്ന് മാറാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. പിന്നെ ഞങ്ങളെ കൂടെ സപ്പോർട്ട് ചെയ്യണം. ഞങ്ങൾ വലിയ പണക്കാരൊന്നുമല്ല, പിന്നെ വാടകയ്ക്കാണ് താമസിക്കുന്നത്. കാരണം സിറ്റുവേഷൻ ആകെ മോശമാണെന്ന് പറയാം. ഒരു വീട്ടിൽ സാധനം പോലും വാങ്ങാൻ പറ്റാത്ത അവസ്ഥ, പിള്ളേർക്കൊന്നും വാങ്ങിക്കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ. അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെയൊക്കെ അങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. മാറ്റമില്ല, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരുടെയും പ്രാർത്ഥനയും നിങ്ങളെ സപ്പോർട്ട് എനിക്ക് വേണം. ഒരു എന്താ പറയുക, നിങ്ങളുടെ അടുത്ത് നിന്ന് ഇത് കിട്ടാൻ വേണ്ടി ഞാൻ നിങ്ങളെ സ്വാധീനിക്കാൻ ഒന്നും പറയുന്നില്ല. എൻ്റെ അവസ്ഥ ഞാൻ പറഞ്ഞു പോയതാണ്. അവസ്ഥ പറയുന്നത് നാണക്കേടാണെന്നറിയാം, പക്ഷേ നാണക്കേട് മറച്ചു വെച്ചിട്ട് കാര്യമില്ല. നമ്മൾ അനുഭവിക്കുന്ന അനുഭവങ്ങളാണല്ലോ. പക്ഷെ എല്ലാവരും പ്രാർത്ഥന ഉണ്ടെങ്കിൽ ഞങ്ങൾക്കൊരു മാറ്റം ഉണ്ടാവാൻ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. ഒരിക്കൽ കൂടെ ഞാൻ പറയുന്നു. ഓക്കെ, ടാറ്റാ, ബൈ ബൈ, സീ യു.